ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി വലിയ നോമ്പാകുന്ന ഒരു യാത്രയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിന്റെ പഴയ നിയമ പശ്ചാത്തലങ്ങളും പഴയ നിയമത്തിന്റെ പേജുകളും പരിശോധിക്കുമ്പോൾ മനോഹരമായൊരു ചോദ്യം ദൈവം തമ്പുരാൻ മനുഷ്യനോട് ചോദിക്കുന്നതായി അതിൽ രേഖപ്പെടുത്തിയിരുന്നു. അതിങ്ങനെയാണ്: നിന്റെ സഹോദരൻ എവിടെയാണ്? ഹാബേലിനെ കൊന്നതിനു ശേഷം കായീൻ വയൽ പ്രദേശത്തായിരിക്കുമ്പോൾ അവനോട് ദൈവം തമ്പുരാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്: നിന്റെ സഹോദരൻ എവിടെയാണ്? ഞാനും നിങ്ങളും ഈ നോമ്പ് പര്യവസാനിപ്പിച്ച് ഉയർപ്പിന്റെ ഒരു സന്തോഷത്തിലേക്ക് കടക്കുമ്പോൾ എന്നോട് നിങ്ങളോടും ദൈവം തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: സഹോദരൻ എവിടെ എന്നുള്ളത്. സഹ ഉദരമാണ് സഹോദരൻ, പങ്കുവയ്ക്കപ്പെട്ട ഉദരമാണ് സഹോദരൻ എന്ന് പറയുന്നത്. നമ്മളോട് ദൈവം തമ്പുരാൻ ചോദിക്കുന്ന മനോഹരമായൊരു ചോദ്യം ഇതായിരിക്കും: നിന്റെ സഹോദരൻ എവിടെയാണ്? ഇന്നിന്റെ ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ സഹോദരങ്ങളെ മറന്നുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അല്ലെങ്കിൽ സഹോദരങ്ങളെ കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നോമ്പിലൂടെ സഭാപിതാക്കന്മാർ നിരന്തരം എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്: നമ്മുടെ സഹോദരനോട് എന്തെങ്കിലും പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹോദരനോട് ഞാനും നിങ്ങളും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴിപാടുകളെ ദൈവാലയത്തിന് മുമ്പിൽ വെച്ചിട്ട് ആദ്യം പോയി അവനോട് നിരന്നിട്ട് വരിക എന്നുള്ളത്. എന്റെ സഹോദരങ്ങളെ, ഈ സമയത്ത് ഓർമ്മിപ്പിക്കുവാനായിട്ടൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ നിങ്ങളുടെയുമൊക്കെ ജീവിത ചുറ്റുപാടുകളും ജീവിതത്തിന്റെ പരിസരങ്ങളുമൊക്കെ മാറ്റപ്പെട്ടു പോയപ്പോൾ സഹോദരങ്ങളെ ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ തിരികെ വിളിക്കുവാനുള്ള, അവരെയൊക്കെ കണ്ടെത്തുവാനുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടമെന്ന് സ്നേഹപൂർവ്വം നിങ്ങൾ ഓർമ്മിച്ചുകൊള്ളുകയും. എന്റെ സഹോദരന്മാരെ, ഈ നോമ്പ് പര്യവസാനിക്കുമ്പോൾ കളഞ്ഞുപോയ, നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ സഹോദരങ്ങളെ കണ്ടെത്തുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ എന്നോട് നിങ്ങളോടും ഈ നോമ്പിന്റെ പര്യവസാനത്തിൽ ഇങ്ങനെ ചോദിക്കും: സഹോദരൻ എവിടെ എന്നുള്ളത്. ആ ചോദ്യത്തിന് യുക്തമായ മറുപടി നൽകുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കവി പ്രകാരം പാടിയതായി ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട്: അരികെ നിൽപ്പോരനുജനെ കാണുവാൻ അക്ഷികളില്ലാത്തോൻ, അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. എന്റെ സഹോദരങ്ങളെ, കാണാത്ത ദൈവത്തെ, ഉയരങ്ങളിലായിരിക്കുന്ന ദൈവത്തെ, അദൃശ്യനായ ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ അരികെ നിൽക്കുന്ന സഹോദരനെ ആദ്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ.